ശ്രീ മഹാഭാരതത്തിൽ വിരാടപർവം പാണ്ഡവന്മാരുടെ അജ്ഞാതവാസകാലത്തെയാണ് വിവരിക്കുന്നത്. ഒരു വർഷക്കാലം വിരാട രാജാവിൻ്റെ കൊട്ടാരത്തിൽ അവർ വേഷപ്രച്ഛന്നരായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ദുഃഖങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞുകൂടിയത്. അവിടെ അവർക്ക് ധർമ്മദേവന്റെ വരപ്രസാദം കൊണ്ടും മറ്റും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ, എന്ന് വെച്ചാൽ അവർ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ കഴിഞ്ഞുകൂടി. പക്ഷേ അതിനുവേണ്ടി അവരനുഭവിച്ചതായ ത്യാഗങ്ങളെക്കുറിച്ച്, ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെയാണ് ഇനി പറയുന്നത്. 10 മാസം ആയ സന്ദർഭത്തിൽ ഈ കൊട്ടാരത്തിൽ സൈരന്ധ്രിയായിട്ട് സുദേഷ്ണയുടെ പരിചാരികയായിട്ട് കഴിയുന്ന പാഞ്ചാലിയുടെ ദിവ്യമായ സൗന്ദര്യം കണ്ട് അദ്ദേഹത്തിൻ്റെ സേനാപതിയായ കീചകൻ എന്നു പേരുള്ള ഒരു പരമദുഷ്ടനായിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിന് പാഞ്ചാലിയിൽ കാമഭ്രാന്തി ഉണ്ടായിത്തീരുകയാണ്. ഈ കീചകനെ അദ്ദേഹത്തിൻ്റെ വിരാടൻ്റെ പത്നിയായിട്ടുള്ള സുദേഷ്ണയുടെ ഭ്രാതാവായിട്ട്, സഹോദരനായിട്ടും പറയുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തെ സൂതപുത്ര എന്ന് പാഞ്ചാലിയും മറ്റും സംബോധനയും ചെയ്യുന്നുണ്ട്. അപ്പോൾ രാജാവിൻ്റെ ഭാര്യ അവിടുത്തെ രാജമഹിഷിയാണ്. രാജമഹിഷിയുടെ സഹോദരൻ എങ്ങനെയാണ് സൂതപുത്രൻ ആയത് എന്ന കാര്യത്തിൽ മഹാഭാരതത്തിൽ അവിടെ നമുക്കൊന്നും കാണുന്നില്ല, ഉത്തരവൊന്നും കാണുന്നില്ല. പക്ഷെ ഒരുപക്ഷെ അവരുടെ ഈ സാഹോദര്യം, ഭ്രാതൃത്വം എന്ന് പറയുന്നത് ഒരുപക്ഷെ 2 അമ്മമാരുടെ മക്കളായിരിക്കും. സുദേഷ്ണ രാജകുമാരിയും കേകയ രാജ്യത്തെ രാജകുമാരിയും, അതേസമയത്ത് സുദേഷ്ണയുടെ അച്ഛന് സൂത സ്ത്രീയിലുണ്ടായ സ്ത്രീ, അല്ലെങ്കിൽ സൂതൻ എന്ന് പറയുമ്പോൾ ക്ഷത്രിയന്മാർക്ക്, ക്ഷത്രിയനായ പുരുഷന് ബ്രാഹ്മണ സ്ത്രീയിൽ ഉണ്ടാകുന്ന മകനെയും സൂതൻ, ഒരു വർണ്ണ സങ്കരം കൊണ്ട് സൂതൻ ജനിക്കാറുണ്ട്. അങ്ങനെ ആകാം. അല്ലെങ്കിൽ സൂത സ്ത്രീയിൽ ഉണ്ടായാലും സൂതനായിട്ട് തന്നെ പരിഗണിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഉള്ള സഹോദരനായിരിക്കാം. അല്ല ഇനി വിരാട രാജാവ് വിവാഹം ചെയ്ത തൻ്റെ വിവാഹ പത്നി ഒരു സൂതപുത്രിയാണോ എന്ന കാര്യം നമുക്ക് മഹാഭാരതം വായിച്ചാൽ മനസ്സിലാവുകയില്ല. ഏതായാലും ഈ കീചകൻ മഹാബലശാലിയാണ്, മഹാപരാക്രമിയാണ്, ബലശാലിയാണ്, പരമദുഷ്ടനുമാണ്, ക്രൂരനുമാണ്, സ്ത്രീലമ്പടനാണ് അതോടൊപ്പം. അപ്പോൾ പാഞ്ചാലിയെ കണ്ട സമയത്ത് പാഞ്ചാലിയുടെ ഈ അലൗകികമായ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചു പോവുകയാണ്. തസ്മിൻ വർഷേ ഗതപ്രായേ കീചകസ്തു മഹാബല സേനാപതി വിരാടസ്യ ദദർശ ദ്രുപദാത്മജാം. കാമസന്തപ്തനായിട്ട് ആ കീചകൻ തൻ്റെ സഹോദരിയായ സുദേഷ്ണയുടെ അടുത്തേ വന്നിട്ട് പറയാണ്, രൂപേണ ചോന്മാദഗതീവ മാം ഭൃശം ഗന്ധേന ജാത മധുരേവ ഭാമിനി. അവരുടെ ആ ദിവ്യമായ സൗന്ദര്യം കണ്ട് ഞാൻ ഇതാ മോഹിച്ചു പോയിരിക്കുന്നു. അവരുടെ ഗന്ധം, അവരിൽ നിന്നുണ്ടാകുന്ന സുഗന്ധം ഒരു മദ്യം പോലെ എന്നെ മയക്കുകയാണ്. അതുകൊണ്ട് അവളെ എനിക്ക് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. കാ ദേവരൂപ ഹൃദയംഗമാ ശുഭേ. അവൾ ദേവരൂപിണിയായ ആ സുന്ദരി ആരാണ് എന്ന് പറഞ്ഞു തരൂ. അവൾ എൻ്റെ സ്വന്തമാകണം. എൻ്റെ അശ്വങ്ങള്, രഥങ്ങള്, ആനകള്, സ്വർണം, രത്നം മുതലായി നിറഞ്ഞതായ എൻ്റെ ദിവ്യമായ ഭവനം ഇവൾ എൻ്റെ പത്നിയായിട്ട് അലങ്കരിക്കട്ടെ. അവളെ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സുദേഷ്ണ പറഞ്ഞു, നീ തന്നെ അവളെ സമീപിക്കൂ എന്ന് പറഞ്ഞു. സുദേഷ്ണയുടെ അനുവാദത്തോടു കൂടി കീചകൻ ദ്രൗപദിയെ സമീപിച്ചു. എങ്ങനെ? മൃഗേന്ദ്രകന്യാമിവ ജംബുകോ വനേ. ഒരു സിംഹത്തിൻ്റെ പത്നി, സിംഹകന്യകയുടെ അടുത്തേക്ക് ഒരു കുറുക്കൻ ചെല്ലുന്നത് പോലെ എന്നാണ് വ്യാസൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. നീ ആരാണ്? എവിടെ നിന്നാണ്? നിന്റെ ഗൃഹം എവിടെയാണ്? നീ ആരുടെയും പത്നിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനുനയ വാക്കുകളോട് കൂടിയിട്ടാണ് കീചകൻ ദ്രൗപദിയെ സമീപിക്കുന്നത്. അതോടൊപ്പം ദ്രൗപദിയുടെ ശരീര അംഗപ്രത്യംഗ വർണ്ണനയും അദ്ദേഹം ചെയ്യുകയാണ്. ശരീരം ആ കേശാദിപാദമായിട്ട് ശരീരത്തെ മുഴുവനും വളരെ ഒരു ശൃംഗാര പാടവത്തോട് കൂടിയിട്ട്, അശ്ലീല ചൊവ്വയോട് കൂടിയിട്ട് തന്നെ പാഞ്ചാലിയുടെ ശരീരവർണ്ണന അവിടെ കീചകൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നിട്ട് ഒടുവിൽ പറയുന്നു, ആത്മപ്രധാന വർഷേണ സംഗമാംബോധരേണ ച ശമയസ്വ വരാരോഹേ ജ്വലന്തം മന്മഥാനലം. ആത്മപ്രധാനം, നീ നിന്നെ തന്നെ എനിക്ക് പ്രദാനം ചെയ്യുക എന്നുള്ളത് ഒരു വർഷം മഴയായിട്ടും, സംഗമം, നമ്മൾ തമ്മിൽ സംഗമം എന്ന് പറയുന്ന മേഘങ്ങളോട് കൂടിയിട്ടും, അല്ലയോ സുന്ദരി, നീ എൻ്റെ കത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ കാമ അഗ്നിയെ നീ കെടുത്തിയാലും മഴയായിട്ട് എന്നിലേക്ക് നീ പെയ്യുക. ആത്മപ്രധാനമാകുന്ന വർഷവും സംഗമമാകുന്ന മേഘവും കൊണ്ട് നീ എൻ്റെ കാമാഗ്നിയെ കെടുത്തി കളഞ്ഞു തരൂ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ നിന്റെ ഈ രൂപം, സൗന്ദര്യം
അത് അനുഭവിക്കാൻ ആരുമില്ലാതെ വ്യർത്ഥമായി പോവുകയാണല്ലോ. അധാര്യമാണ് സർഗിവോത്തമ ശുഭ ന ശോഭസേ സുന്ദരി ശോഭന സതി. ആരും ധരിക്കാത്ത ഒരു നല്ല സുന്ദരമായ പൂമാലയെപ്പോലെ നിന്റെ സൗന്ദര്യം വ്യർത്ഥമായി പോകുന്നല്ലോ. അതുകൊണ്ട് ഞാൻ നിന്നെ സ്വീകരിക്കാം. ത്യജാമി ദാരൻ മമയേ പുരാതന ഭവന്തു ദാസസ്തവ ചാരുഹാസിനി. എൻ്റെ പഴയ ഭാര്യമാരെയൊക്കെ ഞാൻ ഉപേക്ഷിച്ച് കൊള്ളാം എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതി എന്താണ്? പുതിയത് കിട്ടുമ്പോൾ പഴയതിനെ ഉപേക്ഷിക്കുക. എൻ്റെ പുരാതനകളായ ഭാര്യമാരെ ഞാൻ ഉപേക്ഷിച്ച് നിനക്ക് വേണ്ടി ഉപേക്ഷിച്ച് അവരൊക്കെ നിന്റെ ദാസിമാരായി തീരും. അപ്പോൾ പാഞ്ചാലിക വയസ്സാകുമ്പോൾ പാഞ്ചാലിയെയും മറ്റൊരു സുന്ദരിക്ക് വേണ്ടിയിട്ട് ഉപേക്ഷിക്കാൻ യാതൊരു മടിയും ഉണ്ടാവില്ല എന്നാണ് ഇത് കാണിക്കുന്നത്. ഏതായാലും ഈ ദുഷ്ടനായ വിടനായ കീചകൻ പലതരം അനുനയ വാക്കുകൾ പറഞ്ഞ് ഞാൻ നിന്റെ ദാസനായി തീരാം, എൻ്റെ കയ്യിലുള്ള എൻ്റെ രാജ്യവും എൻ്റെ ധനവും ഒക്കെ തന്നെ ഞാൻ നിനക്ക് നൽകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാഞ്ചാലിയെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു. പാഞ്ചാലി പറഞ്ഞു, അപ്രാർത്ഥനയാമിഹ മാം സൂതപുത്ര ആഭിമന്യസേ നിഹീനവർണ്ണ സൈരന്ധ്രേ ബീഭത്സം കേശകാരിണീം. നീ എന്നോട് ഈ രീതിയിൽ പെരുമാറിക്കൂടാത്തതാണ്. കാരണം ഞാൻ എന്താണ്? നീ സൂതപുത്രനാണ്. സൂതപുത്രനാണെങ്കിൽ സൂതപുത്രൻ സൈരന്ധ്രയേക്കാൾ ഉയർന്ന ജാതിയാണ്. ഞാൻ ഹീനവർണ്ണയാണ്, താഴ്ന്ന വർണ്ണത്തിൽപ്പെട്ടവളാണ്. സൈരന്ധ്രയാണ്, ബീഭത്സ രൂപം ഉള്ളവളാണ്. കേശകാരിണി, കേശാലങ്കാരം ചെയ്യുന്ന നികൃഷ്ടകർമ്മം ചെയ്യുന്നവളാണ്. നീ എന്നെ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ധർമ്മം നോക്കിയാലും സ്വേഷു ദാരേഷു മേധാവി കുരുതേ യത്നമുത്തമം. ഓരോരുത്തരും അവരവൻ്റെ പത്നിയിലാണ് പത്നിയെ ആണ് പ്രാപിക്കേണ്ടത്, കാമിക്കേണ്ടത്, മറ്റുള്ളവരെ അന്യപത്നിയെ പരതാരങ്ങളെ ആഗ്രഹിക്കുന്നത് അധർമ്മമാണ്. സ്വതാരനിരതോ ഹ്യാശു നരോ ഭദ്രാണി പശ്യതി. സ്വതാരനിരതന്മാരെ, സ്വന്തം പത്നിയിൽ മാത്രം അഭിരമിക്കുന്നവനായ ആളുകൾ എങ്ങും നല്ലത് മാത്രമേ കാണുകയുള്ളൂ, നല്ലത് മാത്രമേ അനുഭവിക്കുകയുള്ളൂ. പരതാരരഥോ മർത്യോ നച ഭദ്രാണി പശ്യതി. പരതാരങ്ങളിൽ കാമമുള്ളവൻ എവിടെയും നന്മ കാണുകയില്ല, അവന് നാശം സംഭവിക്കുകയും ചെയ്യും. അയശസ്, ദുഷ്കീർത്തി ഉണ്ടാകും, പ്രാണഭയം ഉണ്ടാകും, പാപമുണ്ടാകും, അങ്ങനെ പലതരത്തിലുള്ള ദോഷങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ കീചകൻ പറഞ്ഞു, നീ എന്നെ ഇങ്ങനെ ദുഃഖിപ്പിക്കരുത്. പൃഥിവ്യാം മത്സമോ നാസ്തി കശ്ചി തന്നെ പുമാനിക. സ്വയം പുകഴ്ത്തുകയാണ്. ഞാൻ ഈ ഭൂമിയിൽ എനിക്ക് സമനായിട്ട് ആരുമില്ല. രൂപം കൊണ്ടും യൗവനം കൊണ്ടും സൗഭാഗ്യങ്ങളെ കൊണ്ടും ഭോഗസുഖങ്ങളെ കൊണ്ടും എനിക്ക് തുല്യനായിട്ട് മറ്റാരുമില്ല. അതുകൊണ്ട് നീ എന്നെ സ്വീകരിക്കുക. മയാദത്തമിതം രാജ്യം സ്വാമിന്യസേ ശുഭാരണേ. ഞാൻ ഈ രാജ്യം തന്നെ നിനക്ക് തരാം. എൻ്റെ ശക്തി കൊണ്ട്, എൻ്റെ കഴിവുകൊണ്ടാണ് വിരാടന് ഈ രാജ്യം രക്ഷിക്കാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ സൂചന. ഈ രാജ്യം ഞാൻ നിനക്ക് തന്നുകൊള്ളാം, നീ ഇതിൻ്റെ സ്വാമിയായിട്ട് തീരും എന്നൊക്കെ പറഞ്ഞു. ദ്രൗപദി പറഞ്ഞു, മാ സൂതപുത്ര മുഹ്യസ്വ മാദ്യ തെക്തസ്വ ജീവിതം ജാനീഹി പഞ്ചഭിർഘോരഹി നിത്യം മാം അഭിരക്ഷിതാം. അല്ലയോ സൂതപുത്ര, നീ എന്നിൽ മോഹിക്കുന്നതിലൂടെ നിന്റെ ജീവിതത്തെ നീ ത്യജിക്കുകയാണ്. എൻ്റെ അതിശക്തന്മാരായ ഭർത്താക്കന്മാർ അറിഞ്ഞാൽ നിനക്ക് നിന്നെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. നചാപ്യഹം ത്വയാലഭ്യ ഗന്ധർവാ പതയോ മമ തേ ത്വാം നിഹന്യു കുപിതാഹ സാധ്വലം മാ വ്യനീശ. എൻ്റെ 5 ഭർത്താക്കന്മാരായ ഗന്ധർവന്മാർ അറിഞ്ഞാൽ കോപിഷ്ഠരായിട്ട് നിന്നെ കൊന്നുകളയും. അതുകൊണ്ട് നീ സ്വയം നശിക്കാനുള്ള വഴി നോക്കരുത്. പാഞ്ചാലി പലവിധം ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു. അസാധ്യമായത് നേടാനുള്ള അധ്വാനമാണ് നീ ചെയ്യുന്നത്. ബുദ്ധിശൂന്യനായ ഒരു കുട്ടി ഇക്കരെ നിന്നുകൊണ്ട് അക്കരെ ചെല്ലുന്നത് നല്ലതാണെന്ന് കരുതിയിട്ട് അക്കരെ പച്ച കണ്ടിട്ട് നദിയിലെടുത്ത് ചാടി നീന്തുന്നത് പോലെയാണ് നീ എന്നെ ആഗ്രഹിക്കുന്നത്. നീ ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിനക്കരെയും ഒക്കെ എവിടെ ചെന്ന് ഒളിച്ചാലും ദേവതുല്യന്മാരായിട്ടുള്ള ദേവസുതന്മാരായിട്ടുള്ള എൻ്റെ ഭർത്താക്കന്മാർ നിന്നെ കണ്ടുപിടിച്ച് കൊല്ലുക തന്നെ ചെയ്യും. അശക്തസ്തു പുമാൻ ശൈലം ന ലംഘയിതുമർഹതി. ശക്തിയില്ലാത്തവൻ ഒരു പർവ്വതത്തെ എടുത്ത് ഉയർത്താൻ ശ്രമിക്കുന്നത് പോലെയാണ് നീ എന്നെ ആഗ്രഹിക്കുന്നത്. കിം മാതുരംഗേ ശൈതോ യഥാശിശു ചന്ദ്രം ജിഗൃക്ഷുരീവ മന്യസേ ഹിമാം. അമ്മയുടെ മടിയിൽ കിടക്കുന്ന ഒരു ചെറിയ കുഞ്ഞ് ആകാശത്തിൽ ഇരിക്കുന്ന ചന്ദ്രബിംബത്തെ സ്വന്തമാക്കാൻ വേണ്ടി കൈ നീട്ടുന്നത് പോലെയാണ് നീ എന്നെ ആഗ്രഹിക്കുന്നത്. പലതരം ഉപമകൾ, ദൃഷ്ടാന്തങ്ങൾ പറയുകയാണ്. എന്ന് വെച്ചാൽ ഇത്തരം സംഭാഷണങ്ങളിൽ ഇങ്ങനെ ഈ ഉപമ പറയാനൊന്നും നമുക്ക് സമയം കിട്ടില്ല. എന്നിരുന്നാലും വ്യാസൻ തൻ്റെ കാവ്യ കൗശലം പല രീതിയിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതിൽ ചില നല്ല ശ്ലോകങ്ങളെ ഞാനിവിടെ സന്ദർഭോചിതമായിട്ട് അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പാഞ്ചാലി ഇങ്ങനെ അദ്ദേഹത്തെ തഴഞ്ഞ സമയത്ത് അദ്ദേഹം കീചകൻ തൻ്റെ സഹോദര സുധീഷ്ണയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഏതെങ്കിലും ഉപായത്തിലൂടെ എനിക്ക് സൈരന്ധ്രിയെ സ്വന്തമാക്കിയേ പറ്റൂ. സൈരന്ധ്രിയെ സ്വന്തമായില്ലെങ്കിൽ ഞാൻ ചത്തുപോകും, ജീവൻ ഒടുക്കുമെന്ന് പറഞ്ഞു. സുധീഷ്ണ പറഞ്ഞു, അത് സാധ്യമല്ല.
തുടർന്നുള്ള സംഭാഷണം പ്രക്ഷിപ്തമായ സംഭാഷണമാണ് എന്ന് ചില ഗ്രന്ഥങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും അതിവിടെ അവതരിപ്പിക്കുകയാണ്. അവൾ ശരണാഗതയാണ്, എന്നെ ശരണം പ്രാപിച്ച് വന്നവളാണ്, ഞാൻ അവൾക്ക് അഭയം കൊടുത്തിട്ടുണ്ട്. അവള് രാജാവും വിരാട് രാജാവും ഈ സൈരന്ധ്രി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ച് പറഞ്ഞ് പിന്തിരിപ്പിക്കുകയായിരുന്നു. വിരാട് രാജാവ് അങ്ങനെ ഒരു സ്ത്രീലമ്പടനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം വിരാടന്റെ പല പ്രവൃത്തികളും അത്ര ഒരു പ്രശംസനീയമായ പ്രവൃത്തിയല്ല. തുടർന്ന് പാഞ്ചാലിയോട് കാണിക്കുന്നതും മര്യാദ കാണിക്കേണ്ട സ്ഥലങ്ങളിൽ, ധർമ്മം കാണിക്കേണ്ട സ്ഥലങ്ങളിൽ അദ്ദേഹം ധർമ്മം കാണിക്കുന്നില്ല എന്നും നമുക്ക് തുടർന്നുള്ള കഥകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ പാഞ്ചാലിയെ വിരാടനും ആഗ്രഹിച്ചു. ആ സമയത്ത് സുദേഷ്ണ തടയുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ നിന്നോട് സ്നേഹം കൊണ്ട് പറയുകയാണ്, എന്താണ്, നീ മരണം അടയും, നിന്റെ നാശത്തിനാണ് ഇങ്ങനെ ഒരു ചിന്ത നിനക്കുണ്ടായത്. ഏവമുക്തസ്തു ദുഷ്ടാത്മാ ഭഗിനിയും കീചകോ ബ്രവീത്. ദുഷ്ടാത്മാവായ കീചകൻ സഹോദരിയോട് പറയുകയാണ്, ഗന്ധർവാണം ശതം വാവി സഹസ്രം അയുതാനി വാ അഹമേകോ ഹനിഷ്യാമി ഗന്ധർവാൻ പഞ്ചകിം പുനഃ. 100 ഗന്ധർവന്മാരായാലും 1000 ഗന്ധർവന്മാർ വന്നാലും ഞാൻ ഒറ്റക്ക് അവരെ കൊന്നുകളയും, പിന്നെയല്ലേ 5 ഗന്ധർവന്മാർ എന്ന് പറയുകയാണ്. സുദേഷ്ണ ഇനി ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ദുഃഖം കൊണ്ട് കരയുകയാണ്. അഹോ ദുഃഖം അഹോ കൃച്ഛ്രം അഹോ പാപമിതി സ്മഹ. വലിയ ദുഃഖം, വലിയ കഠിനമായ അനുഭവങ്ങൾ വരാനിരിക്കുന്നു, വലിയ പാപം വരാനിരിക്കുന്നു. നീ കാരണം എൻ്റെ മറ്റു ഭ്രാതാക്കളും മറ്റ് സഹോദരന്മാരും സുഹൃത്തുക്കളും ചത്തുപോകുമല്ലോ എന്നാണ് എൻ്റെ ദുഃഖം. നിന്റെ ആയസ്സോ ക്ഷയിച്ചു, നീ മറ്റുള്ളവരുടെ ആയസ് കൂടി തകർക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് അവർ വിലപിച്ചു. എന്നിട്ട് പറഞ്ഞു, ഏകസ്തു കുരുതേ പാപം സുജാതിസ്തേന ഹന്യതേ. ഒരു ജാതിയിൽപ്പെട്ട ഒരുത്തൻ കുറ്റം ചെയ്താൽ ആ ജാതി മുഴുവൻ കൊല്ലപ്പെടും. ഒരു പോത്ത് നിമിത്തം 1000 പോത്ത് കൊല്ലപ്പെടുന്നത് പോലെ, 1000 പോത്തിൻ്റെ വെള്ളം കൂടി മുട്ടുന്നത് പോലെ ഈ കാരണം സുഹൃത്തുക്കൾക്ക് പോലും നാശമുണ്ടാകുമല്ലോ. പക്ഷേ ഭ്രാതൃ സൗഹൃദം കൊണ്ട് നീ പറഞ്ഞത് അനുസരിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് സുദേഷ്ണ പറഞ്ഞു, പർവണിത്വം സമുദ്ദിശ്യ സുരാമന്നം ചകാര്യ. നീ ഒരു ഉത്സവം കാലം എന്ന വ്യാജേന നിന്റെ ഗൃഹത്തിൽ നീ ധാരാളം ഭക്ഷ്യ സാധനങ്ങളൊക്കെ ഒരുക്കി, പാനീയങ്ങൾ, മദ്യം മുതലായിട്ടുള്ള പാനീയങ്ങൾ ഒരുക്കി വെച്ചിട്ട് തയ്യാറായിട്ട് പറഞ്ഞാൽ ഞാൻ ഇവളെ സുരാഹാരിയായിട്ട്, സുരയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രവുമായിട്ട് അവളെ അയക്കാം. അപ്പോൾ നീ അവളെ അനുനയിപ്പിച്ച് സ്വന്തമാക്കിക്കൊള്ളൂ എന്ന് സുദേഷ്ണ ഗത്യന്തരമില്ലാതെ പറഞ്ഞു. കീചകൻ ഉടനെ തന്നെ തൻ്റെ ഗൃഹത്തിൽ വലിയൊരു ഉത്സവത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കി. അന്നപാനാദികൾ, മധുര പലഹാരങ്ങൾ, രാജകീയമായ ഭക്ഷ്യവിഭവങ്ങൾ തയ്യാറാക്കി വന്നിട്ട് സുദേഷ്ണയോട് അറിയിച്ചു. ഉടനെ സൈരന്ധ്രിയെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞു. അഹം ഹി ശരണം ദേവം പ്രപദ്യേ വൃഷഭധ്വജം. ഞാൻ ആ സൈരന്ധ്രിയെ കിട്ടാൻ വേണ്ടിയിട്ട് വൃഷഭധ്വജനായ ശിവനെ ഞാൻ ഉപാസന ചെയ്തു. സമാഗമമേ സൈരന്ധ്രിയ മരണം വാ ദിശേതി വൈ. ഒന്നുകിൽ സൈരന്ധ്രിയുമായിട്ട് സമാഗമം ഉണ്ടാകണം, അല്ലെങ്കിൽ എൻ്റെ മരണം ഉണ്ടാകണമെന്നാണ്. അത്രയധികം മരിക്കാൻ പോലും തയ്യാറായിട്ട് കീചകൻ ഇരിക്കുകയാണ് എന്നർത്ഥം പാഞ്ചാലിക്ക് വേണ്ടിയിട്ട്. സുദേഷ്ണ ശരിയെന്ന് പറഞ്ഞു. സൈരന്ധ്രിയോട് എന്ന് പറഞ്ഞു, ഉത്തിഷ്ഠ ഗച്ഛ സൈരന്ധ്രി കീചകസ്യ നിവേശനം പാനമാനയ കല്യാണി പിപാസാമാം പ്രഭാതത്തെ. എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, നീ കീചകന്റെ ഭവനത്തിൽ ചെന്നിട്ട് പാനം ചെയ്യാനുള്ള സുര നീ കൊണ്ടുവരൂ, ആ പാത്രം എടുത്തിട്ട് പോകൂ എന്ന് പറഞ്ഞു. ഇത് പാഞ്ചാലിക്ക് വലിയ ദുഃഖമുണ്ടാക്കി. പാഞ്ചാലി പറഞ്ഞു, ഞാൻ പോകില്ല മഹാറാണി. അവൻ ലജ്ജയില്ലാത്തവനാണ്, നിരപത്രവനാണ്. ഞാൻ സ്വേച്ഛാചാരിണി അല്ല, ഞാൻ ആർക്കും അങ്ങനെ വഴങ്ങാറില്ല. എൻ്റെ പ്രതിജ്ഞ ഞാൻ ഈ കൊട്ടാരത്തിൽ വരുമ്പോൾ തന്നെ പറഞ്ഞതാണ്. എനിക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, അവരെ അല്ലാതെ മറ്റാരെയും ഞാൻ വരിക്കുകയില്ല, അതുപോലെ കൊട്ടാരത്തിന് വെളിയിൽ പോവുകയില്ല എന്നൊക്കെ ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ്, വ്യവസ്ഥ പറഞ്ഞിരുന്നതാണ്. കീചകൻ എന്നെ അപമാനിക്കും, അതുകൊണ്ട് ഭവതി മറ്റു ദാസ്യമാരെ അയച്ചുകൊള്ളൂ, ആരായാലും പോയാലും മതിയല്ലോ എന്ന് പറഞ്ഞു. സുദേഷ്ണ പറഞ്ഞു, അവൻ നിന്നെ കൊല്ലാനൊന്നും പോകുന്നില്ല, ഞാൻ പറഞ്ഞയച്ച ഒരാളെ അവൻ ഒരു തരത്തിലും കൊല്ലുകയില്ല, ഉപദ്രവിക്കുകയില്ല, ഞാൻ ഉറപ്പ് തരുന്നു. നവീ ത്വാം ജാതു ഹിംസ്യാസ ഇത സംപ്രേഷിത മയ. പോകാതെ പറ്റില്ല, ഇതെൻ്റെ ആജ്ഞയാണ് എന്ന് പറഞ്ഞപ്പോൾ പാഞ്ചാലി ഒരു രക്ഷയുമില്ലാതെ, ഗത്യന്തരമില്ലാതെ, നിവൃത്തികേട് കൊണ്ട് കരഞ്ഞുകൊണ്ട് ഒരു ഇതികർത്തവ്യത വിമൂഢയായിട്ട് ഇരിക്കുകയാണ്. നമുക്ക് കീചകവധം കഥകളിൽ ഇരയിമൻ തമ്പി എഴുതിയ കീചകവധം കഥകളിൽ അതിമനോഹരമായിട്ടുള്ള ഒരു ദണ്ഡകം പ്രസിദ്ധമാണ്. ക്ഷോണീന്ദ്രപത്നിയുടെ വാണി നിശമ്യ പുനരേണീ വിലോചന നടുങ്ങി മിഴിയിണ കലങ്ങി വിവശതയിൽ മുങ്ങി പല തടവും അതിന് പുനരവളോട് പറഞ്ഞളവ് പരുഷമൊഴി കേട്ടുടനടങ്ങി.
ദാസ്യം സമസ്തജനഹാസ്യം നിനച്ചു നിജമാസ്യം നമിച്ചു പുനരേഷ വിജിതസുരയോഷ വിഗത പരിതോഷ ശ്രമസലില ബഹുലതര നയനജലമതിലുടനെ മുഴുകിപത മലിനതരവേഷ. അങ്ങനെ ദുഃഖിതയായിട്ടിരിക്കുന്ന ആ പാഞ്ചാലിയുടെ ചിത്രം നമുക്ക് ആ കഥകളിൽ കാണാം. കണ്ണിരണിഞ്ഞുകൊണ്ട് മാത്രമേ ആ രംഗം നമുക്ക് കഥകളിലൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ. നിശ്വസ്യ ദീർഘമഥ വിശ്വസ്യനാഥമപി വിശ്വസ്യ ചേതസി സുജാത ധൃതിരഹിത ചേത ധൃതപുളകജാത സൂതസുതനുടെ മണിനികേതമതിലവൾ ചെന്നു ഭീതി പരിതാപ പരിഭൂത. മനോഹരമായിട്ടുള്ള ആ കഥകളി പദം സാന്ദർഭികമായിട്ട് ഇവിടെ ഓർക്കുകയാണ്. കീചകവധം കഥകളിയിലെ സുദേഷ്ണയും സൈരന്ധ്യയും തമ്മിലുള്ള ആ രംഗം, ചെറിയൊരു രംഗത്തെ നമുക്ക് ഏവർക്കും കണ്ടു നോക്കാം. അതിൻ്റെ ആ ഒരു ഭാവത്തെ, പാഞ്ചാലിയുടെ ആ ഒരു ദുഃഖഭാവത്തെ, ശോക ഭാവത്തെ എങ്ങനെയാണ് കഥകളിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. പരിഭൂത